ഒരു വെറൈറ്റി ക്രോസ് ബ്രീഡ് നല്ല അടിപൊളി ഒരു പശു. അത് കാണാൻ ലുക്ക് തന്നെ ചേട്ടാ. ഇത് വന്ന് മൂന്നാമത്തെ പ്രസവം. മൂന്നാം പേരാണോ? ഞാനൊരു രണ്ടൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആരോഗ്യമുണ്ടല്ലോ. 25 ലിറ്റർ പാല് പറയുന്നുണ്ട്. 25 ലിറ്റർ 2 നേരം കൂടി. ഇതെല്ലാം ജേഴ്സി പശുക്കളാണ്. ജേഴ്സി എച്ചപ്പ് ജേഴ്സി ക്രോസ് ഉണ്ട്. ഇതിൽ ഇവിടെ ഒരു 55 രൂപ തൊട്ട് 60, 65, 70 ആ റേഞ്ചിലുള്ള പശുക്കളാണ്. ഓരോ ഷെഡുകളിലും 20 25 ഷെഡ് പശുക്കൾ നിൽക്കുന്ന ഓരോ ഷെഡുകളുണ്ട്. ഏത് രീതിയിലുള്ള പശുവാണോ അതിനനുസരിച്ച് ഞാൻ ഏത് ഇനത്തിലുള്ള പശുവാണോ, ജേഴ്സിയാണോ എച്ച് എഫ് ആണോ അങ്ങനെ ചോദിച്ചിട്ട് ആ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നമ്മൾ പശു എടുത്ത് കൊടുക്കും. കൂടുതൽ പാൽശേഷിയും നല്ല ആരോഗ്യമുള്ള നല്ല കലക്കൻ പശുക്കൾ നിൽക്കുന്ന ഒരു സ്പോട്ടിലാണ്. തമിഴ്നാടല്ല കേട്ടോ, ഇത് നമ്മുടെ കേരളത്തിൽ പാലക്കാട് തന്നെയാണ്. നമ്മളോടൊപ്പം നമ്മുടെ സതീഷ് ഭായാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം നല്ല അടിപൊളി പശുക്കൾ, കലക്കൻ പശുക്കൾ നിൽക്കുന്ന ഒരു സ്പോട്ടാണ്. ഏകദേശം ഒരു 10-20 മുകളിൽ പശുക്കൾ ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പം ജേഴ്സി, എച്ച് എഫ്, ക്രോസ് ബ്രീഡ് അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ ബ്രീഡ് ഐറ്റംസും നമുക്ക് ഇവിടുത്തെ ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെയാണ്? പ്രൈസ് ആയിട്ട് ഇവിടെ ഒരു 55 രൂപ തൊട്ട് 1 ലക്ഷം 1 ലക്ഷത്തിന് പുറത്ത് വരെ പശുക്കളുണ്ട്. ബ്രീഡും ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് വില. ബ്രീഡിനും അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് പ്രായം അതിനനുസരിച്ചാണ് വില പറയുന്നത്. ശരിക്കും പറയുന്നത് ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ഒറിജിനൽ ബ്രീഡ് പശുക്കളാണ്. അതായത് ജർമ്മൻ ബ്രീഡ് എന്ന് പറയാവുന്ന ഫുൾ വൈറ്റ് മെജോറിറ്റി ഉള്ള നല്ല അടിപൊളി പശുക്കളാണ്. അതുപോലെ തന്നെ ഈ പശു മറ്റേ അണപ്പോ വെയിൽ കൊള്ളുന്ന അണപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രസവം നമ്മുടെ ഇവിടെ തന്നെ പാലക്കാട് തന്നെയുള്ള പശുക്കളാണ്. ഈ 2 പശുക്കൾ പാലക്കാടിനുള്ള പശുവാണ്. അപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ ഈ വെയിലിൽ നിൽക്കുന്നുണ്ട് ഇത്രയും ചൂടത്ത് ഒരു അണപ്പോ വല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്കിത് പാലൊക്കെ ഏകദേശം 25 ലിറ്റർ പാല് പറയുന്നുണ്ട്. 25 ലിറ്റർ 2 നേരം കൂടി 2 നേരം കൂടെ 25 ലിറ്റർ കിട്ടാവുന്ന അതിനുള്ള സാധനമുണ്ട്. നല്ല അതിനുള്ള ഹൈറ്റും വെയിറ്റും ഉണ്ട്. ഇതിപ്പോ ഒരു 30 ലിറ്റർ പാല് പറയും. പക്ഷേ എങ്കിൽ നമ്മൾ അതൊന്നും പറയുന്നില്ല. 25 ലിറ്റർ പാല് പറഞ്ഞു കൊടുക്കും. ഓക്കെ നമുക്കപ്പോ ഈ ഒരു 10 ദിവസത്തിനകത്ത് എന്തായാലും ചോദിക്കുന്നത് രണ്ടിനും വില പറയുന്നത് അവര് ഒന്നിന് പുറത്ത് വില പറയും. നമ്മള് ബാർഗിൻ ചെയ്ത് നമ്മൾ എടുത്തു കൊടുക്കും. ഒന്നിന് മുകളിൽ എന്തായാലും ചോദ്യം ഉണ്ടാവും. ആ രീതിക്ക് കരുതിയാൽ മതി. അതിനുള്ള സാധനം ഉണ്ടല്ലോ, മുതൽ അതേ രീതിയിലുള്ള സാധനം നമ്മൾ അവര് വില പറയും, നമ്മള് സംസാരിച്ച് ബാർഗിൻ ചെയ്ത് നമ്മൾ എടുത്തു കൊടുക്കലാണ്. ഒരു വെറൈറ്റി ക്രോസ് ബ്രീഡ് നല്ല അടിപൊളി ഒരു പശു. അത് കാണാൻ ലുക്ക് തന്നെ ഉണ്ട്. അതുകൂടാതെ തന്നെ അലങ്കരിച്ചൊക്കെ ഉണ്ട്. നമ്മുടെ പൊങ്കല് പ്രമാണിച്ചിട്ട് നല്ല രസമാണ്. ഒരു ഫാൻസി ടൈപ്പ് പശുവാണ് കേട്ടോ. നമുക്കിതിപ്പോ എത്രാമത്തെ ഡെലിവറി വെച്ചാൽ? കേട്ടാ ഇത് വന്ന് മൂന്നാമത്തെ പ്രസവം. മൂന്നാം പേരാണോ? ഞാനൊരു 2ഒക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നല്ല ആരോഗ്യമുണ്ടല്ലോ. മൂന്നാമത്തെ പ്രസവമാണ്. മൂന്നാമത്തെയാണ്. ഓക്കെ. നമുക്ക് പാലൊക്കെ എത്ര? പാല് വന്നിട്ട് ഒരു 20 ലിറ്ററിന് മുകളിൽ. 20 ലിറ്ററിന് മുകളിൽ 20-25 അകത്തല്ലേ? ആ രീതി നമുക്ക് ഉള്ളതാണ്. നമുക്ക് ഇതെങ്ങനെയാ ചോദിക്കുന്നത്? ചേട്ടാ അവര് 1 മുകളിലെല്ലാം വില പറയും, ചോദിക്കും. പക്ഷേ എങ്കിൽ നമ്മൾ 1 രൂപ താഴെ നമുക്ക് 80-85 നമ്മൾ എടുത്തു കൊടുക്കാൻ പറ്റും. നല്ല കിടക്കാച്ചി കിണ്ണം കാച്ചൊരു പശു കേട്ടോ. സൂപ്പർ പശുവാണ് ഇത്. ചേട്ടാ ഇതെല്ലാം ജേഴ്സി പശുക്കളാണ്. ജേഴ്സി എച്ച് എഫ് ജേഴ്സി ക്രോസ് ഉണ്ട്. ഇതിൽ 2ാം പ്രസവം 3ാം പ്രസവം അങ്ങനെയുള്ള വീട്ടാവശ്യങ്ങൾക്കുള്ള പശുക്കളുണ്ട്. പിന്നെ ഫാമിലിക്കുള്ളതുണ്ട്. നമുക്ക് ഇതിനൊരു പ്രൈസ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു 55 രൂപ തൊട്ട് 60, 65, 70 ആ റേഞ്ചിലുള്ള പശുക്കളുണ്ട്. ഇതിന്റെ ബ്രീഡ് അതുപോലെ തന്നെ അതിന്റെ ഒരു പ്രസവം അങ്ങനെയുള്ള ഹെൽത്ത് കണ്ടീഷൻ ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിനെ പറയുന്നത്. ഇത് കന്നിയാണോ? അത് കന്നിയാണ്. 4 പല്ല് പ്രായം. 4 പല്ല് പ്രായം അല്ലേ? നല്ലൊരു പശുക്കുട്ടിയാണ്. നമുക്ക് ഇതിപ്പോ എത്ര ദിവസം ഉണ്ടാവും ഇതൊക്കെ? ഇത് വന്നിട്ട് ഒരാഴ്ച ഗ്യാപ്പ് ഇട്ടത്. ഒരാഴ്ച അല്ലേ? അതെ. ആ നിലയ്ക്ക് നിൽക്കുന്ന പശുവാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എടുത്തു കൊടുക്കാനായിട്ട് വരും. നമുക്ക് സ്കീമിലേക്കുള്ള പശുക്കളുടെ അതിന്റെ കാര്യങ്ങളൊക്കെ സ്കീമിന്റെ ആണെന്ന് വെച്ചാൽ നമ്മൾ തമിഴ്നാട് പോയി എടുത്തു കൊടുക്കും. തമിഴ്നാട് പോയി അവിടെ നിന്ന് പശുവെല്ലാം എടുത്തു കൊടുത്ത് ചെക്ക് പോസ്റ്റ് ബില്ല് കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തിട്ട് പേപ്പേഴ്സ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഏത് തരം പശുവിനെ വേണമെന്ന് പറഞ്ഞ് നമ്മൾ വന്നാലും അത് അവർക്ക് അനുസരിച്ച് ആ വരുന്ന കസ്റ്റമേഴ്സിന് എങ്ങനത്തെ പശുക്കളെ വേണ്ടത് അങ്ങനെ ആ രീതിക്ക് ഞാൻ എടുത്ത് കൊടുക്കും. ഇതൊരു 3ാം പ്രസവത്തിലുള്ള പശുവാണ്. 3ാം പ്രസവത്തിലുള്ള എച്ച് ജേഴ്സി ക്രോസ് ആണ്. അത്യാവശ്യം നല്ല മടിസെറ്റുള്ള നല്ല പശുവാണ്. നമുക്ക് എത്ര ലിറ്റർ പ്രതീക്ഷിക്കാം? ഇതൊരു 25 ലിറ്റർ പാല് പ്രതീക്ഷിക്കാം. 25 ലിറ്റർ. നല്ല ബോഡി വെയിറ്റ് നല്ല ആരോഗ്യമുള്ള പശുവാണ്. നമുക്ക് ഫാമിലേക്കും വീട്ടുകാർക്കും പോകും അല്ലേ? വീട്ടുകാർക്കും പറ്റുന്ന നല്ല പശുവാണ്. 3ാം പ്രസവം നല്ല ഹെൽത്തി പശുവാണ്. നമുക്ക് ഇതെങ്ങനെയാ ചോദിക്കുന്നത്? ചേട്ടാ അവര് 1 ലക്ഷം 1 ലക്ഷത്തിന് പുറത്തെല്ലാം പറയുന്നുണ്ട്. നമ്മൾ 1 താഴെ 80 അങ്ങനെ ആ രീതിക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. 80 ആ റേഞ്ച് നമുക്ക് പിന്നെ നേരിട്ട് വരുമ്പോൾ സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതിപ്പോൾ നമ്മൾ അവർ പറയുന്ന പോലെ നമുക്ക് കൊടുക്കുന്നില്ലല്ലോ. ഓക്കെ. അപ്പോൾ നല്ല കിടക്കാച്ചു നല്ല പശു. ഇത് HF ഓൾ ബ്ലാക്ക് ആണ് പശു. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ചെനപ്പശുവാണ്. പ്രസവിക്കാൻ ഒരു 15 ദിവസം സമയമുണ്ട്. 15 ദിവസം സമയമുണ്ട്. നല്ല മടിസെറ്റും വരും, പാലും കിട്ടും. വീട്ടുകാർക്കും ഫാമുകാർക്കും വരുന്ന പശു. നമുക്ക് എത്ര ലിറ്റർ പ്രതീക്ഷിക്കാം? ചേട്ടാ ഇതൊക്കെ 25 ലിറ്റർ പറയുന്നുണ്ട്. പക്ഷെ 20 ലിറ്ററിന് മുകളിൽ പാല് കിട്ടും. 20 ലിറ്റർ മുകളിൽ പാല്. നല്ല കൊഴുത്തുള്ള പാല്. നല്ല ഫുൾ ബ്ലാക്ക് ആണ്. നൈസ് തൊലിയാണ്. നല്ല കറവിലും കിട്ടും.
നല്ല നീണ്ട കറവയും കിട്ടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പശു കേട്ടോ, നല്ല ആരോഗ്യത്തിൽ നിൽക്കുന്ന പശു. നല്ല അറിയത്തില്ല, നല്ല നീണ്ട കറവ് കിട്ടും പശുക്കൾ. ഓക്കെ, നമുക്കിതൊക്കെ എങ്ങനെ ചോദിക്കുന്നത് ചേട്ടാ? അവരെല്ലാം 1 രൂപയെല്ലാം വില പറയും. 1 രൂപ പറയുന്നത് വില പറയും. നമ്മളതിന് 1 താഴെ 80, 85 ആ രീതിക്കാണ് കൊടുക്കേണ്ടത്. കൊടുക്കാൻ നല്ല ആരോഗ്യമുള്ള വലിയ പശുവാണ്, ചെറിയ പശുവല്ല. അപ്പോൾ നമ്മുടെ സതീഷ് ബ്രോയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡോടെ വീണ്ടും കാണുന്നത്.